ഉറങ്ങാത്തത്? വിനോദ നമ്മുടെ റൂമിൽ കയറി വന്നത്. രാം അവനെ പിടിക്കാൻ വന്നതാ, എനിക്ക് നല്ല ഉറപ്പാ. എന്നിട്ട് നീ എന്താ നേരത്തെ പറയാതിരുന്നത്? ചുമ്മാ അയാളെ വെറുതെ വഴക്ക് പറഞ്ഞില്ലേ? പാതിരാത്രിക്ക് വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഈ വിനോദിന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. നേരം വിളിക്കട്ടെ എന്തായാലും. ചുമ്മാറുന്ന് ഉറങ്ങുന്നുണ്ടല്ലോ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്. തിന്നണോ ഉറങ്ങണോ എന്നൊരൊറ്റ ചിന്തയുള്ളൂ ഇതിന്. എനിക്കെന്തോ പേടിയാവുന്നു സിമി. നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നൊരു ഫീലിംഗ്. ചിരിച്ചും കളിച്ചും നമ്മുടെ ജീവിതം എങ്ങോട്ടാ ഒഴുകി പോകുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സിമി? അവിടെ ഒരു സ്മോൾ ആന നിപ്പുണ്ട്, അതിനെ ഒന്ന് ഓടിക്കാൻ വേണ്ടി അടിച്ചതാ. എന്താ പേടിച്ചോ? എനിക്ക് നിങ്ങളെ പേടിയൊന്നുമില്ല. അതെന്താ? മുറിയിൽ വന്നത് നിങ്ങളായിരുന്നില്ല, എനിക്ക് ഉറപ്പാ. നിനക്കെന്താ തൃക്കണ്ണുണ്ടോ? ചിലരെ മനസ്സിലാക്കാൻ തൃക്കണ്ണിന്റെ ആവശ്യമൊന്നുമില്ല, ഈ സാധാ കണ്ണു മതി. ലൈറ്റ് വന്നപ്പോ അവൻ നിങ്ങളെ കയറി പിടിച്ചു. നിങ്ങൾ ശരിക്കും ഞങ്ങളെ രക്ഷിക്കുക ചെയ്തത്. അല്ലെങ്കിൽ അത് മതി വിനോദം ചാക്കും തമ്മിൽ അടിയുണ്ടാവാൻ. രക്ഷിക്കാൻ നമ്മളാര്? ആർക്കും ആരെയും രക്ഷിക്കാൻ കഴിയില്ല. അതൊക്കെ താനേ അങ്ങ് സംഭവിക്കുകയാണ്. ചില നേരങ്ങളിൽ ചില മനിതറുകൾ ചിലത് ചെയ്യുന്നു. ചെയ്യിക്കുന്നത് ഏതോ ഒരു ശക്തി, അവനാണ് സാക്ഷാൽ രക്ഷകൻ. നല്ല ഫോമിലാണല്ലോ. വേണോ? നല്ല വൈൽഡ് റം, കാട്ടുചാരായം. പെമ്പിളരുത് അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പൂർവികന്മാരായ മഹർഷിമാർ കാട്ടിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഈ തീവെള്ളമായിരുന്നു ഭക്ഷണം. ഈ തീർത്ഥമാണ് ചിന്താശക്തി ഉണർത്തുന്ന തീവെള്ളം. ശരിക്കും ശരിക്കും നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? മഞ്ഞു പെയ്യുന്ന ഈ രാത്രിയിൽ കേൾക്കാൻ സുഖമുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ആരാ? വെറും പഥികൻ, ഏകാന്ത പഥികൻ. എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പോകുന്ന ഒരു അപരിചിതൻ. എ സ്ട്രേഞ്ചർ. ഹലോ അപരിചിതൻ. സബ്ജക്ട് ഫിലോസഫി പഠിച്ചു പഠിച്ച് വട്ടായിപ്പോയി. ഇനി എങ്ങോട്ടാ യാത്ര? മേപ്പോട്ട്, മുകളിലേക്കെന്നും പറയാം, ഉയരങ്ങളിലേക്കുള്ള യാത്ര. ഒറ്റയ്ക്കോ? പേടിയാവില്ലേ? തണുത്ത് മരവിച്ചു പോവും. പേടിക്കേണ്ട ഘട്ടമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ പ്രകൃതിയുടെ മായിക സൗന്ദര്യം മാത്രം. രൗദ്രതയില്ല, തെളിഞ്ഞ അന്തരീക്ഷം, മഹായുദ്ധത്തിനു ശേഷമുള്ള ശാന്തത. പിന്നെ ഞാനൊരു ശാസ്ത്ര സത്യം പറയട്ടെ, ആരോടും പറയരുത്. മനസ്സിന് ചൂടുണ്ടെങ്കിൽ ശരീരം മരവിക്കില്ല. അപ്പൊ പിന്നെ ഈ ഹൈടെക് സന്യാസി ലൈൻ എനിക്ക് മറ്റുള്ളവരുടെ കഥ കേൾക്കാൻ വലിയ ഇഷ്ടാ. അത് കുട്ടിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. കഥാകാരിയാണ്, കലാകാരിയാണ്, പക്ഷെ ഒരു കഥയില്ലാത്തവളാണ്. വെറുതെ ആണോ ഈ കണ്ണിങ്ങനെ ഉണ്ടക്കണ്ണായി പോയത്? കഥ കേട്ടിങ്ങനെ തള്ളിത്തള്ളി വരുന്നതല്ലേ? അല്ല, പൂർവാശ്രമത്തിൽ ഈ യോഗിക്ക് എന്തായിരുന്നു ജോലി? ജോലിയിൽ എന്തിരിക്കുന്നു? അപ്പൊ ജോബ്ലെസ്സാ? അല്ല, ജോലി എന്താണെന്ന് പറഞ്ഞില്ല. ജോലി അതായിരുന്നല്ല, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. ഞാൻ പോകാത്ത കാടുകളില്ല. വൻ നഗരങ്ങളെക്കാൾ എനിക്കിഷ്ടം ഘോരവനങ്ങളാണ്. എന്റെ സ്നേഹം എപ്പോഴും പറയുമായിരുന്നു, കാടവളുടെ ശത്രുവാണെന്ന്. കാട് ആരുടെയും ശത്രുവല്ല. എന്തൊക്കെയാ പറയുന്നേ? ഒന്നും പറഞ്ഞില്ലല്ലോ, പറയാൻ പോകുന്നില്ലേ ഉള്ളൂ. ആരാ ഈ സ്നേഹ? എന്റെ സ്വന്തം അനിയത്തി. അവളുടെ അമ്മയും അച്ഛനൊക്കെ ഏട്ടനായിരുന്നു. ഏട്ടൻ ക്യാമറയും തൂക്കി കാട് തന്നെ നടക്കുന്നതായിരുന്നു അവൾക്ക് വിഷമം. അത്രയും സമയം കൂടെ ഞാൻ അവളുടെ ബോംബെയിലുണ്ടാവണം. ശരിയാ, ഒരു അനിയത്തിയും ഒരു ഏട്ടൻ ഇത്രയേറെ സ്നേഹിച്ചു കാണില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കേ? അതെ, ഈ ഏട്ടനെ കബളിപ്പിച്ച് ഒരു ഡിസംബറിൽ അവൾ അപ്പ കണ്ട ഒരു കൂടെ ഒളിച്ചോടിപ്പോയി. ഒരു വർഷം ഞാൻ ആ ഷോക്കിലായിരുന്നു. മദ്യപാനത്തിന്റെ ഹരിശ്രീ പഠിച്ചത് അവിടെ മുതല. അന്വേഷിച്ചില്ല? അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. തളർന്നുപോയി. മെഡിറ്റേഷനൊക്കെ ആയിട്ട് എന്നെ നോർമലാക്കി. നാഷണൽ ജിയോഗ്രഫിക്ക് വേണ്ടി ഒരു അസൈൻമെന്റ് കിട്ടിയപ്പോഴാണ് ഒരു ഫോട്ടോ ഫീച്ചർ. അങ്ങനെയാണ് ഞാനും എൻ്റെ അസിസ്റ്റന്റ് നട്ടാഷയും കൂടെ മല്ലീശ്വരം മുടിയിലേക്ക് യാത്ര തിരിച്ചത്. ഒരു മിസ്റ്റിക് ബേർഡിനെ തേടി. കാട് ஆண்டவ பெருமாளே காப்பாத்துகிறோம். 18 மலதெய்வங்கள் குடியிருக்கும் கோவில் தான் இந்த காடு. இந்த காட்டில் ஆனை இருக்கு, புலி இருக்கு, நரி இருக்கு, மான் இருக்கு, மயில் இருக்கு, மலம்பாம்பு இருக்கு. நீ இருக்கு? அதுக்குதான் நீ அல்ல, குராங்கு. அதோட
എവിടെ കുറിഞ്ഞിക്കുയിൽ? കറഞ്ചിക്കയില. കറഞ്ചിക്കായലല്ല, കുറിഞ്ഞിക്കുയിൽ. அந்த குயில பேர வேண்டாம். பார்த்தா தலை பொட்டிக்கு ஜாமியே. யக்ஷிக்குயில் ரொம்ப அழகான பாட்டு பாடி மனிதனை வசீகரிச்சு கொண்டு போய் ரத்த ஊற்றி குடிக்கும். Ram, what's it? Nothing, he is talking about the mystic bird. Oh, okay. ഈ വരവ് ഏതായാലും വെറുതെ ആവില്ല. അവളുടെ കേശാദിപാദം ഷൂട്ട് ചെയ്തിട്ടേ ഇത്തവണ മലയിറങ്ങും. നറ്റാഷ, ഗെറ്റ് മൈ എക്യുപ്മെന്റ്സ് റെഡി. Sure. கடவுளே காப்பாத்து. What happened? എന്തു പറ്റി? എനിക്കൊന്നും പറ്റില്ല. കുറിഞ്ഞിക്കുയിലിന്റെ പാട്ട് കേട്ടാലും മന്ത്രം சொல்லலாம். What? ഇല്ലേനാ മലങ്കാളി കോപിക്കും. ഇനി എനിക്കൊന്നും പറ്റാതെ നീങ്ക സത്ത് പോയിടും. അവളോവാൻ கடவுளே എന്നെ മറ്റും കാപ്പാത്തുങ്കോ. Stupid. ആ പൊട്ടൻ ചിന്നിനോട് പോയി. இங்க இருக்கு ஜாமி. இது எல்லாமே கருத்து போச்சு ஜாமி. ரொம்ப அழுக்கா இருக்கு. தண்ணி போட்டு கழுக வேണ്ട ஜாமியே. വേണ്ട ചാമിയേ, കറുപ്പിനഴകുന്ന പാട്ട് നീ കേട്ടിട്ടില്ല? ക്യാമറാവുക്കും കറുപ്പതാ അഴക്. കൊരങ്ങന്റെ ഈ പൂമാല കെട്ടിയ പോലെ ആയി. என்ன ஜாமியே? ഒന്നുമില്ല ചാമിയേ. എന്റെ ചായ എവിടെ? ചായ എപ്പോഴേ പോട്ടാச்சு ജാമിയെ. എന്നാ പോയി എടുത്തോണ്ട് വാ ചാമിയേ. എന്നാ ശരി ജാമിയെ. എന്നാൽ അവിടെ മറ്റൊരു മിസ്ത്രി എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്റെ സ്നേഹിയുടെ അതേ മുഖച്ഛായുള്ള മറ്റൊരു പെൺകുട്ടി. കടവുളെ മാറ്റിയാച്ചാ. കാട്ടിലെ എല്ലാ വഴിയും തിരിയും നീയല്ലേ കാലത്തെ പറഞ്ഞത്? ആമച്ചാമി, അത് കാലയില് ഇപ്പൊ എല്ലാം മറന്നു പോச்சு. இந்த வழியை போனா எங்க போய் சேரும்? அதுதான் நானும் யோசிக்கிறது. இந்த இடம் ஏது? நம்ம கல்யாணி ஒப்பாவும் வந்தாச்சு. மூப்பனா? ஆமா, வாமுப்பா. வணக்கம் மூப்பா. வணக்கம் தம்பி, வணக்கம். கடவுள் காப்பாத்தட்டும். மூப்பா, இது ரொம்ப பெரிய ஆளு. ஓஹோ, படம் பிடிக்கிற சாமி. அப்படியா? இவங்க கிட்ட ஏன் காதல் விஷயம் சொல்ல வேண்டாம். മൂപ്പാ, ഓ, ഞങ്ങളെ ഈ കുറിഞ്ചിക്കിളിയെ തേടി വന്നതാ. തെരിയും. എനക്കല്ല, ഇവക്ക്. എന്റെ മോൾ അറിയാത്ത ഒരു കിളിയും ഇന്ന കാട്ടിലില്ല. അവരുടെ ഭാഷ കൂടെ ഇവക്ക് തെരിയും. അതെനിക്ക് ഇന്നലെ മനസ്സിലായി. കല്യാണം നമുക്ക് വേണേ നമ്മുടെ ഗൈഡായിട്ട് എടുക്കാം. നടക്കാது. சும்மா இருடா பயலே. இவரு நம்ம ஊர்ல விருந்துகாரு. தம்பி கேட்ட எல்லா உதவியும் செய்ய வேணும். சாமி, சாமி, என்ன சாயா? என்ன சாமி பாக்குது? என் கல்யாணி பாரிசாமி, என்ன அழகு. എന്താണ് കരയുന്നത്? എടാ, നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല, നിന്റെ ഫോട്ടോ. 15 வருஷத்துக்கு முன்னாடி இறந்து போன என் அப்பாவோட போட்டோ எப்படி கிடைச்சு சாமி? എടാ കാട്ടുമാക്കാനെ, ഇത് നിന്റെ ഫോട്ടോയാ, നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല. അല്ല சாமி, ഈ സത്തു പോയ എന്റെ അപ്പനാണ്. ഉമ്മ. നിന്റെ അപ്പൻ എപ്പോഴാ ഇറന്നു പോയത്? എനിക്ക് ചിന്ന വയസ്സിലെ ആസ്മ വന്നത്. വൈദ്യുതി വന്ന് ഉള്ളിപ്പുലിനകം അരച്ച് സാപ്പിട്ട ദീനം ഭേദാകം சொல்லி அப்ப அதுக்கு காட்டுக்கு போன 5 நாளுக்கு அப்புறம் ഉള്ളിപ്പുലിനകോ? அல்ல, என் அப்பாவோட நகம் ബാക്കി എല്ലാമേ പുലി സാപ്പിട്ട്. അപ്പാ, കാട്ടുമാക്കാനെ, ഇത് നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല, നിന്റെ ഫോട്ടോയാണ്. നിന്റെ സംശയം ഞാൻ തീർത്തരാം. നോക്കടാ. അപ്പാവിടെ വേറെ പണം. പാരിസാമി, അപ്പ കരയണപ്പാ, കരയാതപ്പാ, കരയാതെ, കരയാതപ്പാ. അപ്പാ, എടാ, ഇത് നിന്റെ രൂപം തന്നെയാണ്, നിന്റെ അപ്പനല്ല. നീ തന്നെയാണ്. അപ്പാവിടെ കൂടെ சாமி. உங்களுக்கு அப்பாவோட நண்பனா? உங்களுக்கு அப்பாவை தெரியுமா? അയ്യോ, அப்பா, கரையாதப்பா, கரையாதப்பா. മല്ലേശ്വരനോടിലെ കല്യാണിയും എൻ്റെ സ്നേഹം ഒന്നാണെന്ന് ഞാൻ കരുതി.
അതെൻ്റെ മനസ്സിൻ്റെ ആവശ്യം. നോക്കിക്കോ, സ്നേഹ എന്തായാലും ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ക്ലോസ് യുവർ ഐസ്. എന്താ? കണ്ണൊന്ന് അടയ്ക്കേ. കണ്ണടയ്ക്കാനോ? എന്ത് മാജിക് കാണിക്കാനാ? കണ്ണൊന്ന് അടച്ചാൽ കാട് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ശരി. കരഞ്ഞത്? അവിടെ വലിയൊരു പാമ്പന്റെ തോളത്തോടെ കഴിഞ്ഞു വന്നു. ഒന്നുമില്ല, ചോട്ടാ മലമ്പാം ഹേ. പോയി. ഈശോയെ, എന്നിട്ട് നിന്നെ അതുലും ചെയ്തോ? അയാളടുത്ത് ദൂരെ കളഞ്ഞു. നിനക്ക് എന്താ അയാളോട് ഇത്രമാത്രം സംസാരിക്കാൻ? ഞാൻ സംസാരിച്ചില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ. എന്താ കേട്ടത്? അയാളുടെ ആത്മകഥ. ആ പാലപ്പൂവിന്റെ മണം വരുന്നു. ഇനിയിപ്പോ ഗന്ധർവന്മാർ ഇറങ്ങാൻ തുടങ്ങും. ഗന്ധർവയാമായി പോയിക്കോ, തുടങ്ങിക്കോ. വട്ടാന്നാ തോന്നുന്നു. എടോ, അരമണിക്കൂർ ഞാനും മയങ്ങ, അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ശരിയാവും. അല്ല, ഇതെന്ത് ഉറക്കളപ്പ് സമരം? എന്തിനു വിറക്? അതൊക്കെ ഉണ്ട്. കത്തിക്കാനാ? കത്തിക്കാനും പത്തിക്കാനും ഒന്നുമില്ല, തീ കായനാ. ഇന്ന് എനിക്ക് ഉറക്കമില്ല. ഞങ്ങൾക്കും ഇനി ഉറക്കമില്ല. ഉറങ്ങുന്നില്ലെങ്കിൽ വേണ്ട. മല്ലീശ്വരം മുടിയിൽ നിന്ന് മടങ്ങി പോന്നപ്പോ കല്യാണിക്ക് വിഷമായി കാണൂലേ? അത് ശരി. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞാൽ നോട്ടീസ് അടിച്ചല്ലേ? ആരും മടങ്ങിപ്പോയിന്നാ? ആരും എങ്ങോട്ടും പോയില്ല, പോകാൻ വിട്ടില്ല ദൈവം തമ്പുരാൻ. കല്യാണിക്ക് വിഷമായി എന്നുള്ള സത്യ. പക്ഷെ ഞാൻ പോയതുകൊണ്ടല്ല, അവിടെ അപ്പനാ പോയത്. എങ്ങോട്ട് പോയി? ഒടുക്ക എല്ലാരും പോകുന്നിടത്തേക്ക് തന്നെ പോയി, തട്ടിപ്പോയി. അങ്ങനെ അവളുടെ കുടിൽ അവൾ ഒറ്റയ്ക്കായി. അവളെ നോക്കാൻ ആരുമില്ല. തികച്ചൊരു അനാഥക്കുട്ടി. കാട്ടിലായാലും നാട്ടിലായാലും പെണ്ണൊറ്റയ്ക്കായ പ്രശ്നമാണ്. പ്രശ്നമാണ്. എന്തു പറ്റിയില്ലേടി? വല്ല കുറുക്കനെ പുലിയോ മറ്റേ കണ്ട് പേടിച്ചോ? ഓ, ഇവനാണ്. அப்ப இல்லாதோண்டு எப்பவும் வந்து தொல்லை பண்ணிட்டே இருக்கு. ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ടത്? വീട്ടിൽ കൊണ്ടാക്കട്ടെ? വേണ്ട, அந்த ആൾ ഇനി വരും. എന്നാ പിന്നെ ഇന്ന് ഞങ്ങളോട് ടെന്റിൽ താമസിക്കുന്നോ? ടേക്ക്